പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ മറുപടിയുമായി രംഗത്ത് വന്നു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഒരിക്കലും താൻ നിയമോപദേശം നൽകിയിട്ടില്ല. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലുള്ള ഈ ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഢാലോചനയുടെ പേരിൽ CV പ്രതി ചേർത്തവരെ വെറുതെ വിട്ടത് തൻ്റെ വിജയമോ പരാജയമോ ആയി കാണുന്നില്ലെന്നാണ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറയുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ പാർട്ടിയുമായി ഇടഞ്ഞതിനു ശേഷം CPIM-ൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ 24-ഓടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വിധി വന്നിരിക്കുന്നത്. 3-ാം തീയതി ശിക്ഷ വരാനിരിക്കുകയാണ്. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്, കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്, ബാക്കി നടപടിക്രമം എങ്ങനെയാണ്? ക്രൈംബ്രാഞ്ച് പോലീസ് തന്നെ 14 പ്രതികളുടെ പേരിൽ, സ്റ്റേറ്റ് പോലീസ് 14 പ്രതികളുടെ പേരിൽ 3 മാസത്തിനകം കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതാണ്. അതിനുശേഷം CBI രംഗത്ത് വന്നപ്പോഴാണ് 10 പേരെ കൂടുതലായി ഗൂഢാലോചന ആരോപിച്ച് വീണ്ടും പ്രതിസ്ഥാനത്ത് ചേർത്തത്. ആ ഗൂഢാലോചന ആരോപിക്കപ്പെട്ട കൂടുതലായി ചേർക്കപ്പെട്ട പ്രതികളിലാണ് ഇപ്പോൾ സംശയാതീതമായ ആ കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും അതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടവരെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ താങ്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. താങ്കൾ ആദ്യം ഈ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് പ്രതികൾക്കൊപ്പം ചേരുകയും അതിനെ അട്ടിമറിക്കാനുള്ള നീക്കം താങ്കൾ നടത്തി എന്നുള്ളതാണ് ഇവരെ കുടുംബവും ഒപ്പം തന്നെ കോൺഗ്രസും ആരോപിക്കുന്നത്. ഇത് 2 വർഷം മുമ്പ് തന്നെ ഇത്തരം ദുരാരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞ മറുപടി, സത്യവിരുദ്ധമായ ഇത്തരം ആരോപണങ്ങൾ എനിക്ക് നേരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ സ്വാഭാവികം. കാര്യം ഈ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ചതിയൻ ചന്തുവിനെ കേസ് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെത് മാത്രമാണ്. ആ ശൈലി എൻ്റെതല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മറുപടി അർഹിക്കുന്നില്ല. അവജ്ഞയോടെ ഞാനത് തള്ളും. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിരൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഒറ്റുകാരനാണ്, ഈ താങ്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും രക്തത്തിൻ്റെ ഗന്ധമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച 2 വ്യക്തികളും ഒരു സംഘടനയുടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരാണ്. യുവജന വിഭാഗത്തിൻ്റെയും പാർട്ടിയുടെയും ജനപ്രതിനിധികളുടെയും നിരയിൽ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരനായിരുന്ന എനിക്കെതിരെ, അല്ലെങ്കിൽ KPCCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന എനിക്കെതിരെ സ്വാഭാവികമായും ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ തന്നെ അവർക്കുണ്ടാകുന്ന വൈരാഗ്യം നിങ്ങൾക്കും ഊഹിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ താങ്കൾ ഒരു ഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ടവരുടെ കൂടെ അവർക്ക് വേണ്ടിയുള്ള നിയമോപദേശം നൽകുന്നു, പിന്നീട് തീർത്തും തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ആ ചോദ്യം തന്നെ. നിയമോപദേശം ഒരിക്കലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ദൗത്യമാണ് നിർവഹിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ അഭിപ്രായം പറയാനില്ല. രാജ്മോഹൻ ഉണ്ണിത്താനും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. എന്തായാലും CK ശ്രീധരൻ്റെ നിലപാടുകൾ വിവാദമായിരുന്നു അന്നും ഇന്നും.